നമസ്തേ. ഒടുവിൽ പഹൽഗാമിലെ കണ്ണീരിന് ചുട്ട മറുപടി നൽകി ഇന്ത്യ. ഭാരത ജനത ഒന്നാകെ കാത്തിരുന്ന ആ സുദിനം. നിരപരാധികളായ 26 ഇന്ത്യക്കാരുടെ രക്തം വീണ പഹൽഗാം ഭീകരാക്രമണത്തിന് 14 ദിവസത്തിനു ശേഷം ഇന്ത്യയുടെ കനത്ത തിരിച്ചടി. ഏപ്രിൽ 22-നാണ് കശ്മീരിലെ പഹൽഗാമിൽ നുഴഞ്ഞുകയറിയ ഭീകരർ വിനോദസഞ്ചാരികളെ ആക്രമിച്ച് 26 പേരെ വധിച്ചത്. പുൽവാമയ്ക്ക് ശേഷം ഇന്ത്യയിൽ നടന്ന ഏറ്റവും വലിയ ഭീകര ആക്രമണമായിരുന്നു ഇത്. ഉടുതുണി അഴിച്ചു നോക്കി ഹിന്ദുക്കളാണോ എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം ഹിന്ദുക്കളെ മാത്രം തിരഞ്ഞുപിടിച്ച് കൊല്ലുമ്പോൾ അവർ അറിഞ്ഞില്ല ഹിന്ദുക്കൾക്ക് വേണ്ടി തിരിച്ചടിക്കാൻ, ഹിന്ദുക്കൾക്ക് വേണ്ടി പകരം ചോദിക്കാൻ ഒരു രാഷ്ട്രം അവർക്ക് മുമ്പിൽ വിരൽ ചൂണ്ടുമെന്ന. ഈ തിരിച്ചടി ഒരിക്കലും ഹിന്ദുക്കൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല, ഓരോ ഭാരതീയനും വേണ്ടിയുള്ളതാണ്. പക്ഷേ ഇതിലൊന്നുണ്ട്, ഹിന്ദുക്കൾ മാത്രം കൊല്ലപ്പെട്ട, ഹിന്ദുക്കളെ മാത്രം കൊല ചെയ്ത ഭീകര ആക്രമണത്തിനെതിരെ നിൽക്കുന്ന ഒരു സർക്കാരുണ്ട്, ഒരു നേതാവുണ്ട് നമുക്ക്, നമ്മുടെ മോദി സർക്കാർ. കശ്മീരിലെ സൗന്ദര്യം ആസ്വദിക്കാൻ പോയ പാവങ്ങളെ മതം ചോദിച്ചു കൊന്ന് തള്ളിയതിനുള്ള ആദ്യ പ്രതികാരം. ഹിന്ദുക്കളെ തൊട്ടാൽ ഒരുത്തനും ചോദിക്കാൻ വരില്ല എന്ന ചിന്ത നിനക്കൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് മാറ്റിവെച്ചേക്കണം. ഇത് ഇന്ത്യയാണ്. ഇവിടെ വന്ന് കളിച്ചിട്ട് നീയൊക്കെ സമാധാനത്തോടെ ജീവിക്കുമെന്ന് വിചാരിച്ചെങ്കിൽ പാകിസ്ഥാനെ നിനക്ക് തെറ്റി. LOC से 30 किलोमीटर दूर था. लश्कर ए तोयबा का बेस था जो रजौरी पुंछ में सक्रिय था. 20 अप्रैल 2023 को पुंछ में और 9 जून 2024 को तीर्थ यात्रियों के बस हमले में यहीं से आतंकी को ट्रेन किया गया था. बरनाला कैंप बिम्बर ये LOC से 9 किलोमीटर दूर है. यहाँ पर हथियार हैंडलिंग, IED व जंगल सर्वाइवल का प्रशिक्षण केंद्र था. अब्बास कैंप कोटली यह LOC से 13 किलोमीटर दूर है. लश्कर ए तोयबा का फिदाइन यहाँ तैयार होता था. इसकी कैपेसिटी 15 टेररिस्ट को ट्रेन करने की थी. अब मैं पाकिस्तान के अंदर के टारगेट से अवगत कराना चाहूंगी. पहला, सर्जल कैंप सियालकोट. यह अंतर्राष्ट्रीय सीमा से 6 किलोमीटर की दूरी पर है, सांबा कठवा के सामने. ആക്രമണത്തിൽ ഇതുവരെ 30 ഭീകരർ കൊല്ലപ്പെട്ടുവെന്നും 55 പേർക്ക് പരിക്കേറ്റുമെന്നുമാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. നീതി നടപ്പാക്കി, ജയ്ഹിന്ദ് എന്നാണ് സൈന്യം തിരിച്ചടിക്ക് ശേഷം എക്സിൽ കുറിച്ചത്. തിരിച്ചടിക്കാൻ തയ്യാർ, ജയിക്കാൻ പരിശീലിച്ചവർ എന്ന തലക്കെട്ടിൽ മറ്റൊരു വീഡിയോയും സൈന്യം പങ്കുവച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ രഹസ്യാന്വേഷണ മികവിന്റെ വിജയം കൂടിയാണിത്. ബുധനാഴ്ച നടക്കാനിരുന്ന മോക്ക് ഡ്രില്ലിന് മണിക്കൂറുകൾക്ക് മുമ്പെയാണ് ആക്രമണം നടത്തിയിരിക്കുന്നതെന്നത് ശ്രദ്ധേയമായ കാര്യം തന്നെയാണ്. മോക്ക് ഡ്രില്ലിന് ശേഷം ഇന്ത്യ പ്രത്യക്ഷ ആക്രമണം നടത്തുമെന്ന പാകിസ്ഥാന് തെറ്റി. അതേ കണക്കുകൂട്ടലുകൾ അപ്പാടെ പിഴച്ചു. ഒരു പരിശീലനത്തിന് ഒരുങ്ങുന്നു എന്ന പ്രതീതി സൃഷ്ടിച്ചുകൊണ്ട് ആ പരിശീലനം നടക്കുന്നതിന് മുന്നേ തന്നെ ഇന്ത്യ പാക് അതിർത്തി കടന്ന് ആക്രമണം നടത്തി. देखना वाम कैसे आ रही है वहां से. अभी वीडियो कैच होगी नहीं होगी. പഹൽഗാമിൽ ചിന്നിച്ചിതറിയ സിന്ദൂരത്തിനുള്ള മറുപടി. ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിട്ട സംയുക്ത സൈനിക ആക്രമണത്തിൽ പാക് അതിർത്തി കടന്നും പാക് അധീന കാശ്മീരിലുമുള്ള 9 ഭീകര കേന്ദ്രങ്ങൾ തകർത്തതായി സൈന്യം അറിയിച്ചു. പുലർച്ചെ 1:05 സൈനിക നടപടി. എന്നാൽ പാകിസ്ഥാൻ പറയുന്നത് 23 കേന്ദ്രങ്ങൾ തകർത്തുവെന്നാണ്. പഠാൻകോട്ടിലും ബാലാക്കോട്ടിലും ഇന്ത്യ നടത്തിയ സർജിക്കൽ സ്ട്രൈക്കുകളെ നിഷേധിച്ച പാകിസ്ഥാൻ ഇവിടെ ആക്രമിക്കപ്പെട്ടത് പുലർച്ചെ തന്നെ സ്ഥിരീകരിച്ചു.
ഇന്ന് രാത്രി 9 മണിക്കും വ്യാഴാഴ്ച പുലർച്ചെ 3 മണിക്കുമായാണ് മോക്ക് ഡ്രിൽ തീരുമാനിച്ചിരുന്നത്. യുദ്ധാഭ്യാസം നടത്തുന്നതിനായി ബന്ധപ്പെട്ട സംഘർഷ സാധ്യത കണക്കിലെടുത്ത സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു. രാജ്യത്തെ തിരഞ്ഞെടുത്ത 244 ജില്ലകളിലാണ് മോക്ക് ഡ്രിൽ പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ യുദ്ധാഭ്യാസ പരിശീലനത്തിന് മുന്നേ ഇന്ത്യ ആക്രമണം നടത്തി വിജയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിലിരുന്ന് രാത്രി മുഴുവൻ സമയവും ഉറക്കമൊഴിച്ച് ഓപ്പറേഷൻ സിന്ദൂർ നിരീക്ഷിച്ചു. ചൊവ്വാഴ്ച വൈകുന്നേരം മുതൽ ബുധനാഴ്ച പുലർച്ചെ വരെ കരസേന, വ്യോമസേന, നാവികസേന മേധാവികൾ തമ്മിൽ പല റൗണ്ട് ആശയവിനിമയങ്ങൾ നടത്തിയിരുന്നു. മോദിക്കൊപ്പം രാത്രി മുഴുവൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും ഉണ്ടായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. മോദിയും ഡോവലും ചേർന്ന് ഓപ്പറേഷൻ സിന്ദൂർ വിജയമാണെന്ന് ഉറപ്പിച്ചു. ഇന്ത്യൻ മലയിൽ നിന്ന് തന്നെയായിരുന്നു ആക്രമണങ്ങൾ. ഇതും പാകിസ്ഥാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. മറ്റൊരു സർജിക്കൽ സ്ട്രൈക്കായിരുന്നു അവർ പ്രതീക്ഷിച്ചത്. എന്നാൽ ഇത്തവണ മിന്നൽ മിസൈൽ ആക്രമണമായി മാറി. ഇന്ത്യ ലക്ഷ്യമിട്ട 9 കേന്ദ്രങ്ങളിലും ഉദ്ദേശ രീതിയിൽ ആക്രമണം നടത്തി. ഭീകര സംഘടനകളായ ജെയ്ഷെ മുഹമ്മദിന്റെയും ലഷ്കർ ഇ തൊയ്ബയുടെയും നേതാക്കൾ അധിവസിക്കുന്ന ഇടമാണ് ഇന്ത്യ തിരിച്ചടിക്കായി തിരഞ്ഞെടുത്തത്. ബഹവൽപൂർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ തിരഞ്ഞെടുത്തവയുമുണ്ട്. ഈ സ്ഥലങ്ങളിൽ നിന്നാണ് ഇന്ത്യക്കെതിരെ ഭീകര ആക്രമണങ്ങളെ ആസൂത്രണങ്ങൾ നടക്കുന്നതെന്നാണ് പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. പാകിസ്ഥാനിലെ 4 ഭീകര കേന്ദ്രങ്ങളിലും പാക് അധീന കാശ്മീരിലെ 5 കേന്ദ്രങ്ങളിലുമാണ് ഇന്ത്യ ആക്രമണം നടത്തിയത്. എന്നാൽ പാകിസ്ഥാൻ പറയുന്നത് 23 ഇടങ്ങളിൽ മിസൈൽ പതിച്ചുവെന്നാണ്. പാകിസ്ഥാൻ സൈനിക കേന്ദ്രങ്ങളൊന്നും ഇന്ത്യ ലക്ഷ്യമിട്ടിട്ടേയില്ല എന്നാണ് പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. പക്ഷേ പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങളും കറാച്ചിയും ഇസ്ലാമാബാദുമെല്ലാം ആക്രമിക്കാൻ കരുത്തുണ്ടെന്ന് വ്യക്തമാക്കുകയാണ് ഇന്ത്യ. ലക്ഷ്യങ്ങൾ നിർണ്ണയിക്കുന്നതിലും തിരിച്ചടി നടപ്പാക്കുന്ന രീതിയിലും ഇന്ത്യ ഗണ്യമായ സംയമനം പാലിച്ചു. ശ്രദ്ധാപൂർവമായ ആക്രമണമായിരുന്നു ഇന്ത്യയുടേതെന്നും മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. 1971 യുദ്ധത്തിന് ശേഷം ഇന്ത്യൻ കര, വ്യോമ, നാവികസേനകൾ സംയുക്തമായി പാകിസ്ഥാനിൽ നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സിന്ദൂർ. പരിമിതമായ ഓപ്പറേഷനാണ് ഇന്ത്യ നടത്തിയതെന്ന് സേന വിശദീകരിക്കുന്നുമുണ്ട്. 2019 ഫെബ്രുവരി 14 പുൽവാമയിൽ 40 ഇന്ത്യൻ സൈനികരെ പാക് പിന്തുണയുള്ള ഭീകരർ കൊലപ്പെടുത്തിയതിന്റെ തിരിച്ചടി ഇന്ത്യ നൽകിയത് ഒരു പുലർച്ചെയായിരുന്നു. 12 ദിവസത്തിനു ശേഷം ഫെബ്രുവരി 26 പാകിസ്ഥാനിലെ ബാലാകോട്ടിൽ ഭീകര കേന്ദ്രങ്ങളിൽ ഇന്ത്യ ബോംബിട്ടു. ഇത്തവണ പഹൽഗ്രാം ഭീകരാക്രമണത്തിന് 14 ദിവസത്തിനു ശേഷമാണ് ഇന്ത്യയുടെ തിരിച്ചടി. ബാലാകോട്ടിലെ ഇന്ത്യയുടെ സർജിക്കൽ സ്ട്രൈക്ക് പുലർച്ചെ 2:45 4:05 ഇടയിലായിരുന്നെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂർ അർദ്ധരാത്രിക്ക് ശേഷമാണ്. എന്തായാലും ഇന്ത്യയുടെ തിരിച്ചടി അത് ഇവിടം കൊണ്ടൊന്നും തീരാൻ പോകുന്നില്ല. എല്ലാ ഇന്ത്യക്കാർക്കും ഒരുപോലെ അഭിമാനിക്കാൻ പറ്റിയ അവസരം തന്നെയാണിത്. സാധാരണക്കാർക്ക് നേരെ ആക്രമണം നടത്തിയവരുടെ 9 കേന്ദ്രങ്ങൾ അവിടെ പോയി ആക്രമിച്ച് ഏറ്റവും ധീരതയുള്ള കാര്യമാണ്. ഇവിടെ വന്ന സാധാരണക്കാരായ ജനങ്ങളെ ആക്രമിക്കുന്നത് വെറും ഭീരുത്വമാണ്. ഇതാണ് ഇന്ത്യ, ഇതാവണം ഇന്ത്യ. ഓപ്പറേഷൻ സിന്ദൂർ എന്നതിലും നല്ല പേര് ഈ തിരിച്ചടിക്ക് വേറെ നൽകാനില്ല. നീതി നടപ്പായി. ജയ് ഹിന്ദ്.